നാളെ നടക്കാൻ പോകുന്ന പണിമുടക്കിൽ ആളിൻ്റെ എണ്ണത്തിൻ്റെ കണക്കെടുക്കാൻ നടക്കുന്ന ആളുകൾ നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജീവനക്കാരോട് പറയണം. വൈകിയ വേളയിലാണെങ്കിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കേരളത്തിൽ തുടരുന്നത് പോലെ പങ്കാളിത്ത പെൻഷനുമല്ല, പുതിയ പെൻഷനുമല്ല, പെൻഷൻ്റെ കാര്യത്തിൽ അവ്യക്തതയോടുകൂടി മുന്നോട്ട് പോയാൽ മതിയോ? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് സമരരംഗത്തേക്ക് വന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരായി BJPയുടെ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള സമരം. നമ്മൾ ഒരുമിച്ച് വിളിച്ച മുദ്രാവാക്യം ഈ പെൻഷൻ വലതുപക്ഷവൽക്കരണ നയത്തിൻ്റെ നടപ്പാക്കലാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളം വ്യത്യസ്തമാണ്. കേരളം പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് മാറി നിന്നതാണ്. UDF ആണ് നമ്മുടെ പെൻഷനെ തകർന്നെടുത്തത്. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് സമരരംഗത്തേക്ക് വന്നു. നമുക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടി പങ്കാളിത്ത പെൻഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കി. എത്ര കാലം ഇനിയും കാത്തിരിക്കണം? പഠിച്ചിട്ടും തീരാത്ത റിപ്പോർട്ടിൻ്റെ മേൽ അടയിരിക്കുന്ന സമീപനത്തിനെതിരായി ഇപ്പോഴെങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ പെൻഷൻ സംരക്ഷിക്കാൻ കഴിയുക? കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ പിൻവലിക്കുന്നു എന്നുള്ളത്. പിന്നെ എന്തേ നടപടിയെടുക്കാൻ വൈകുന്നു എന്നുള്ള ചോദ്യത്തിന് ആരാണ് ഉത്തരം പറയേണ്ടത്? എത്ര കാലമായി ഞങ്ങൾ അതിന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. വലതുപക്ഷവൽക്കരണ നയത്തിന് ബദലുകൾ തീർക്കേണ്ട കടമ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റേതാണ്. പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളുടെയും മൂല്യങ്ങളുടെയും പേരാണ് ഇടതുപക്ഷം എന്നുള്ളത് കൊണ്ടാണ് ആ ഓർമ്മപ്പെടുത്തലുകൾ ഞങ്ങൾ തുടരെ നടത്താൻ നിർബന്ധിതമായിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ നിലപാട്? പെൻഷൻ പങ്കാളിത്തമായി തുടർന്നാൽ മതിയോ? പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങിപ്പോകണമോ? പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് പുനഃപരിശോധനാ സമിതി തന്നെ തടസ്സമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടും കേരളത്തിലെ ഗവൺമെൻറ് എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല? കേരളത്തിലെ ജീവനക്കാർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ആരെങ്കിലും അതിന് മറുപടി പറയണ്ടേ? സമരരംഗത്ത് നിൽക്കുന്ന സംഘടനകളോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, സമരത്തെ എതിർക്കുന്നവരോടെങ്കിലും മറുപടി പറയാൻ ബാധ്യതയുള്ളവർ മറുപടി പറയണം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ? കേന്ദ്രത്തിൻ്റെ തടസ്സമുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ നിലപാട് കൊണ്ടാണോ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും 10% വിഹിതം പിടിച്ചുകൊണ്ടിരിക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ജീവനക്കാർ അടയ്ക്കുന്നതിന് തുല്യമായ വിഹിതം ഗവൺമെൻറ്റും അടയ്ക്കുമ്പോൾ ആ തുക എവിടേക്കാണ് പോകുന്നത്? ഏത് കോർപ്പറേറ്റ് കമ്പനികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ വിഹിതം പിടിക്കുന്നത് നിർത്തലാക്കാൻ ഈ കേരളത്തിൽ നടപടികൾ സ്വീകരിക്കാത്തത് എന്നുള്ള സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ ഞങ്ങൾ അതിനൊന്നും ഉത്തരവാദിയല്ല എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ പെൻഷൻ സംരക്ഷിക്കണം. അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചേ മതിയാവൂ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളെല്ലാം. ഞങ്ങൾ പിന്തുണ തേടുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടാണ്. ഞങ്ങൾ പിന്തുണ തേടുന്നത് കേരളത്തിലെ അധ്യാപക സമൂഹത്തിനോടാണ്. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ്. ഞങ്ങൾക്ക് ബാധ്യതയുള്ളത് ഈ സർവീസിലേക്ക് വരുന്ന പുതിയ തലമുറയോടാണ്. ഇവിടെ ഈ സർവീസ് നിലനിൽക്കുന്നത് അഭിമാനത്തോട് കാണുന്നതാണ് കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. പെൻഷൻ സംരക്ഷിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന അനന്തമായ കാലതാമസത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നാളത്തെ പണിമുടക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നാളെ ഒരു സൂചനാ പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചില സംഘടനകൾ നിങ്ങളെ ആളില്ലാ സംഘടനകളെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകളുടെ ജൽപ്പനങ്ങളായി മാത്രമേ ഞങ്ങൾ അത്തരം കമൻറ്റുകളെ കാണുന്നുള്ളൂ. ജീവനക്കാരുടെ മനസ്സറിയാൻ പരാജയപ്പെട്ടു പോയവർക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ കൂടെയില്ല എന്ന് മനസ്സിലായത്. ജീവനക്കാരുടെ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയ ചില ആളുകളാണ് സമരത്തെ പ്രത്യയശാസ്ത്രപരമായി നേരിടുന്നതിന് പകരം, യാഥാർത്ഥ്യബോധത്തോടു കൂടി നേരിടുന്നതിന് പകരം അപവാദ പ്രചരണങ്ങളിലൂടെ തളർത്തിക്കളയാമെന്നുള്ള പ്രതീക്ഷിക്കുന്നത്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് എത്ര ആളുണ്ട് എന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോയവരുടെ ജൽപ്പനങ്ങൾ, അവരുടെ കൂടെ അവർ പറയുന്നത് കേൾക്കാൻ പഴയതുപോലെ ആളുകൾ ജീവനക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്.
മസ്തിഷ്കത്തെ പണയപ്പെടുത്താത്ത, യജമാന പ്രീതിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന, വാതുറക്കുന്ന, മൗനം ഭഞ്ജിക്കുന്ന ആളുകൾ നടത്തുന്ന പ്രചരണങ്ങളെ ജീവനക്കാർ അവജ്ഞയോടുകൂടി തള്ളിക്കളയും എന്ന് ഈ പണിമുടക്ക് തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രചരണങ്ങളാണ് അവസാന ഘട്ടത്തിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്കെതിരായി ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത്? അവരുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് തന്നെ തല കുമ്പിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. പണിമുടക്കിൻ്റെ മുന്നിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കേണ്ട എന്നാണ് കരുതിയത്. ആരൊക്കെയാണ് ഈ പണിമുടക്കിലുള്ളതെന്നും ആരൊക്കെയാണ് ഈ പണിമുടക്കിലേക്ക് വരാത്തതെന്ന് എന്ന് മാത്രം പരിശോധിച്ചാൽ അവരുടെ തനിനിറം ജീവനക്കാർക്കാകെ മനസ്സിലാകും. എത്ര വേണോ യജമാന പ്രീതിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റിക്കൊള്ളൂ, ഞങ്ങൾക്കൊരു പരാതിയും പരിഭവവുമില്ല. ജീവനക്കാർ അതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഇപ്പോൾ പണിമുടക്കിലേക്ക് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ഒരു സർവീസ് സംഘടനകളും സമരരംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. 36 മണിക്കൂറാണ് കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ അവൻ്റെ അവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിജീവന സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ സമാപന വേളയിൽ വെച്ചുകൊണ്ടാണ് ജോയിൻറ്റ് കൗൺസിലും അധ്യാപക സർവീസ് സംഘടനാ സമിതിക്കും വേണ്ടി സമരസമിതിയുടെ കൺവീനർ ഏകദിന പണിമുടക്ക് തീയതിയടക്കം പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മനസ്സുകളിലുണ്ട്. നമ്മൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന മുദ്രാവാക്യത്തിൻ്റെ സ്വീകാര്യതയും ആ സമരത്തിൻ്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും സംഘടനകളും ഒന്നൊന്നായി ആ ദിവസം പണിമുടക്കിലേക്ക് വന്നു എന്നുള്ളത് അത്രമേൽ സ്വീകാര്യമായിരുന്നു. പണിമുടക്ക് പ്രഖ്യാപനം അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ചില ആളുകളെ. ഇപ്പോൾ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്കൊപ്പം പണിമുടക്കിലേക്ക് വരാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി സംഘടന അടക്കം പരിശോധിക്കുമ്പോൾ 44 സംഘടനകളാണ് ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പണിമുടക്കും എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അതിലെല്ലാ വിഭാഗം ജീവനക്കാരുമുണ്ട്, എല്ലാ വകുപ്പിലെയും ജീവനക്കാരുണ്ട്. അവരുടെ നിലപാട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷനും അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്ന നിലപാട് ആര് സ്വീകരിക്കുമോ അവരോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. പഴയ ചരിത്രം അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല. ഈ പണിമുടക്കിൽ പങ്കെടുക്കാതിരിക്കുന്നത് CPM അനുകൂലമായ ചില സംഘടനകളും ചില വർഗീയ സംഘടനകളും മാത്രമാണ് എന്നുള്ളത് മാത്രം ജീവനക്കാർ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. വടക്കൻ മേഖലയിൽ ചില മേഖലയിൽ പിന്തുണയുള്ള ചില ആളുകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല, പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ തെക്കൻ കേരളത്തിൽ ചിലയിടത്തുള്ള ചില വർഗീയ സംഘടനകളും 22-ൻ്റെ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. പിന്നെ പങ്കെടുക്കാത്ത ആളുകളായി നിൽക്കുന്നത് CPM അനുകൂല സംഘടനയായ യജമാന പ്രീതിക്ക് വേണ്ടി ഏതറ്റം വരെയും താഴാം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സംഘടനകളാണ്. ലജ്ഞാകരമാണ് കേരളത്തിൻ്റെ സർവീസ് മേഖലയിൽ. യോജിച്ച പണിമുടക്കിലേക്ക് വരാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ജീവനക്കാരുടെ അവകാശങ്ങൾ നഷ്ടമാകുന്ന കാലത്ത് അവയെല്ലാം സംരക്ഷിക്കാൻ കഴിഞ്ഞത് എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് യോജിച്ച പണിമുടക്കിലേക്ക് ജീവനക്കാർ പോയപ്പോഴാണ്. അതിന് വിഘാതമായി നിൽക്കുന്ന ആളുകളെ കാലം പോലും മാപ്പ് നൽകാത്ത വിധം പരിഹാസത്തിന് വിധേയമാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചരിത്രം ഒരിക്കലും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്കില്ല എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്. സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, സഖാവ് PKV മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, സഖാവ് നായനാരുടെ കാലത്ത് പണിമുടക്കിന് നേതൃത്വം കൊടുക്കേണ്ടി വന്ന സംഘടനയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. അധികാര കസേരയിൽ ആരാണ് എന്ന് നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്നത് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് അങ്ങനെയൊരു ചരിത്രമേ ഇല്ല. ഇപ്പോൾ ചില ആളുകൾ ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 22-ൻ്റെ പണിമുടക്കിൽ കൊങ്കി സംഘടനകളുമായി ചേർന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്കുന്നു എന്നുള്ളതാണ്. പഴയ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്ക്. 1975-ൽ സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാത്ത ക്ഷാമബത്തയ്ക്ക് വേണ്ടി 12 ദിവസം നീണ്ടുനിന്ന ഒരു സമരപ്രഹസനം, പണിമുടക്ക് പ്രഹസനത്തിന് ഈ കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു. ആ ചരിത്രം അറിയാത്തവർ പഴയ ചരിത്രമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണം.
ആരായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്? ആരൊക്കെയായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്തത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 1975 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാത്ത ക്ഷാമബത്തയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ക്ഷാമബത്ത പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ ക്ഷാമബത്ത പ്രഖ്യാപിക്കണം എന്നുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് സമരം നടത്തുന്നവരുടെ കൂട്ടത്തിൽ, അന്ന് ഉയർത്തിപ്പിടിച്ച കൊടികളുടെ കൂട്ടത്തിൽ ചുവന്ന കൊടിക്കൊപ്പം പിടിക്കാൻ ത്രിവർണ്ണ പതാകയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചരിത്രം. അത് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ സിവിൽ സർവീസിനെ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിയ ഒരു കാലത്തിന് സാക്ഷ്യം വഹിച്ച മുഖ്യമന്ത്രിയാണ്. ഭരിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ നിലപാടിലൂടെ ഉടലെടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അച്യുതമേനോനെതിരായി നിരവധികളായ പ്രക്ഷോഭ സമരം നടത്തിയവർ 1975 കേന്ദ്രം പ്രഖ്യാപിക്കാത്ത ക്ഷാമബത്തയ്ക്ക് വേണ്ടി സമരരംഗത്ത് കൂട്ടുപിടിച്ചത് 1974 രൂപീകരിക്കപ്പെട്ട NGO അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സമരം നടത്തിയത് എന്നുള്ള ചരിത്രം നിങ്ങൾ മറന്നുപോയാലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ മനസ്സിലും കേരളത്തിലെ സർവീസ് സംഘടനകളുടെ ചരിത്രം പരിശോധിക്കുന്നവർക്കും മറക്കാൻ കഴിയുന്ന വസ്തുതയല്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ത് നിലപാടാണ് സമരത്തിന് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അച്യുതമേനോൻ ഗവൺമെൻറ്റിനെതിരായി അല്ലാതെ PKVയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെതിരായി നിങ്ങൾ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ടോ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലത്താണ് ജീവനക്കാർക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്ന സപ്തകക്ഷി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CPM-ഉം CPI-യും അടക്കമുള്ള 7 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് കാലത്ത് 1 രൂപയുടെയും 2 രൂപയുടെയും 3 രൂപയുടെയും ഏറ്റവും കുറഞ്ഞ ആനുകൂല്യം മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെതിരായി സമരം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും വേണമെങ്കിൽ ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാതെ ശമ്പള കമ്മീഷനെതിരായി സമരം നടത്തിക്കളയാം എന്ന് തീരുമാനിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അന്ന് കേരളത്തിലെ ജീവനക്കാർ തീരുമാനിച്ചതാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെതിരായി സമരം പ്രഖ്യാപിച്ച ഒരു സംഘടനയിൽ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് വേലായുധം കമ്മീഷനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ സമരമാർഗത്തിലേക്ക് പോകാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ തീരുമാനിച്ചത്. ആ സമരമാണ്. അപ്പോൾ കോൺഗ്രസ് അനുകൂലമായ സംഘടനകളുമായി ചേർന്ന് അച്യുതമേനോൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമരം നടത്തിയതിന് നിങ്ങൾ ആദ്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും കേരളത്തിലെ പൊതുസമൂഹത്തിനോടും മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ളതാണ്.